ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെംപ്ലേറ്റ് എങ്ങനെ കസ്റ്റമൈസേഷൻ നടത്തുക എന്ന് പറഞ്ഞു. ബ്ലോക്ക് വർക്കിൻ്റെ ടെംപ്ലേറ്റ് നമ്മൾ ഇതാക്കി. സോ ഇനി നമ്മൾ എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ പ്രോപ്പർട്ടീസ് എടുക്കുക, അഡ്വാൻസ്ഡ് എടുക്കുക. അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഡക്ഷൻസ് ആണ്. ഡോറ്, വിൻഡോസ്, അതേപോലെ തന്നെ ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടാവും നമ്മളെ വാളിലൊക്കെ, ബ്ലോക്ക് വർക്ക്സിലൊക്കെ. അതൊക്കെ നമുക്ക് എങ്ങനെ ഡിഡക്റ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നമുക്ക് ഇൻസെർട്ട് ഓപ്ഷൻ കണ്ടോ, മുകളിലായിട്ട് ഇൻസെർട്ട് കൈസർ വെച്ചിട്ടില്ലേ, അതാണ് ഇൻസെർട്ട് എന്ന ഓപ്ഷൻ. ആ ഇൻസെർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസാണോ ഇൻസെർട്ട് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് അവിടെ ഇൻസെർട്ട് ചെയ്ത് വെക്കാം. ഡോർസ്, അതേപോലെ തന്നെ വിൻഡോസ് ഉണ്ടോ, അത് അങ്ങനെ. ഇപ്പം ഞാൻ D1 ഡോറിൻ്റെ എന്തെങ്കിലും ഹൈറ്റോ വിടുത്തോ എന്തെങ്കിലും ഒന്ന് ചെയ്തു. സോ അത് താഴെ പോയി കേട്ടോ, താഴെ പോയില്ല, കണ്ടില്ലേ, ഫില്ലിൻ്റെ താഴെയാണ് പോയത്. പക്ഷേ നമുക്ക് അവിടെയല്ല വേണ്ടത്, എസ്റ്റിമേറ്റിങ്ങിൻ്റെ അവിടെ വേണ്ടത്. ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് ഓപ്ഷൻ ഈ ഒരു ക്വാണ്ടിറ്റി ആ ഒരു സംഭവത്തിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ആ ഒരു പർട്ടിക്കുലർ കണ്ടോ, അവിടെ ഫില്ല് മാറ്റിയിട്ട് എസ്റ്റിമേറ്റിംഗ് മുകളിലായിട്ട് ഗ്രൂപ്പിൻ്റെ അവിടെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എസ്റ്റിമേറ്റിംഗ് എടുക്കുക. സോ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ അതൊന്നും മാറ്റം വരുത്തണ്ട. ആ ഒരു ഗ്രൂപ്പിൻ്റെ അവിടെ എസ്റ്റിമേറ്റിംഗ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടോ എസ്റ്റിമേറ്റിങ്ങിൻ്റെ അടിയിലായിട്ട് വന്നത് അതാണ്. ഇതേപോലെ ഞാൻ ഇനി അടുത്തതും ഉണ്ടാക്കുകയാണ്. ഇതിപ്പോൾ D1 വിഡ്ത്താണെങ്കിൽ ഇനി D1 അല്ലെങ്കിൽ D1 ഹൈറ്റ് കൊടുക്കാം. D1 ഹൈറ്റ് എടുത്തിട്ട് നമുക്ക് ഡോറിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൊടുത്താൽ നമുക്കത് ഡിഡക്ഷൻ പോസിബിൾ ആവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ ഇത്രയും നമ്മൾ കണ്ടത് ഏരിയ ആയിരുന്നു, ആ ഒരു വാൾ ബ്ലോക്കിൻ്റെ ഏരിയ. നമുക്ക് എങ്ങനെ ടെംപ്ലേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടു കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് താഴെ തന്നെ വരിക. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സംഭവം എവിടെയാണോ വരേണ്ടത് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ എന്ത് ഇൻസെർട്ട് ചെയ്താലും അത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തന്നെ പിന്നെ താഴെ പോയിട്ട് പിന്നെ ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യേണ്ടി വരുള്ളൂ. സോ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ദെൻ എന്താ വെച്ചാൽ ഇതേപോലെ D2 വിടുത്തെടുക്കുക, അതേപോലെ തന്നെ D2 ഹൈറ്റ് എടുക്കുക. ഇങ്ങനെ ഒരു പ്രൊസീജിയർ നമുക്ക് എത്ര ഒരു വാളിൽ അല്ലെങ്കിൽ ഒരു വാൾ ബ്ലോക്കിൽ എത്ര എണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്ര ഇതുണ്ടാവും, D1 D2 D3 അങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും. പിന്നെ W1 W2 അല്ലെങ്കിൽ പിന്നെ എക്സോസ്റ്റ് ഫാനിൻ്റെ ഓപ്പണിങ്സ് അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ഓപ്പണിങ്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോവുക, ഫോം ലേഔട്ടിൽ പോയിട്ട് ഫോം ലേഔട്ടിൽ നമുക്കിപ്പോൾ കാണാമല്ലോ എന്താണെന്നറിയോ, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. സോ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ ടിക്ക് ഇട്ടാലേ വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ അവിടെ ടിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നമുക്ക് ആ ഫോം ലേഔട്ടിൽ കാണാഞ്ഞത്. സോ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ D1 D2 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. D1 ഹൈറ്റ് D1 ഹൈറ്റും D1 വിഡ്ത്തും ചെയ്തിട്ടുണ്ട്. D2 ഹൈറ്റും D2 വിഡ്ത്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഒരു വിൻഡോയും ചെയ്യാം. വിൻഡോൻ്റെ W1 വിഡ്ത്തും അതേപോലെ തന്നെ W1 ഹൈറ്റും കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് വിൻഡോൻ്റെ ഇത് കൊടുത്തിട്ട് കണ്ടോ W1 വിഡ്ത്ത് നമുക്കുണ്ടായി. ഇതേപോലെ തന്നെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അടുത്തത് ക്രിയേറ്റ് ചെയ്യുക. സോ ഞാൻ അതിൻ്റെ അടുത്തായിട്ട് തന്നെ വരും. വേറെ ഫോമിലോട്ടോ വേറെ ഗ്രൂപ്പിലോട്ടോ ഒന്നും പോവില്ല. എസ്റ്റിമേറ്റിംഗ് കാരണം ഗ്രൂപ്പിലോട്ട് തന്നെ വരും. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഡിഡക്ഷന് വേണ്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇൻസെർട്ട് പോയിട്ട് നെയിം കൊടുക്കുക. ദെൻ W1 ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ട്, അതേപോലെ തന്നെ W2 ക്വാണ്ടിറ്റി എത്ര ഉണ്ട്, D1 ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ട്, അതൊക്കെ നമുക്കിങ്ങനെ എന്തൊക്കെ ഡീറ്റെയിൽസാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഇതിലിങ്ങനെ കൊടുത്താൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേണ്ടത് മാത്രം ടിക്ക് ചെയ്യുക. ഈ ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ വേണ്ടത് മാത്രമേ വരത്തുള്ളൂ. അത് മാത്രമേ നമ്മളെ ഫോമിൽ കാണുള്ളൂ. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ എല്ലാ ഡീറ്റെയിൽസും D1ൻ്റെയും D2ൻ്റെയും W1ൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ആ ചെക്ക് കണ്ടോ, ആ ഒരു ഭാഗത്ത് ടിക്ക് ഇട്ട് കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഫോമിലോട്ട് പോയപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്.
ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യണം. കാരണം നമുക്ക് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഷീറ്റും ഈ ഒരു ഷീറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആനയും അമ്പയങ്ങയൊക്കെ പോലെയാണ്. സോ നമ്മളെന്ത് ചെയ്യണം, ഇതൊന്ന് വെൽ ഓർഗനൈസ്ഡ് ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു ഫോം ലേഔട്ടിൽ തന്നെ പോയിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ നമുക്ക് ഇതേപോലെ താഴോട്ട് പോയാൽ ഒരു വാല്യൂസിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഒരു അറേഞ്ച്മെൻറ്റ് ശരിയാവത്തില്ല. സോ ഫോം ലേഔട്ട് പോകുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ നമ്മൾ ഷീറ്റ് നോക്കിയപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതൊന്നും സോ ഇപ്പോൾ നമ്മൾ ഷീറ്റ് നോക്കുമ്പോൾ എന്താണ് അതൊക്കെ കാണുന്നുണ്ടല്ലേ, D1 D2 അതേപോലെ തന്നെ W1 ഒക്കെ. സോ അതേപോലെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ്. ഡോസിനൊക്കെ ഇവിടെ ഫോം ഇത് കണ്ടില്ലേ, അവിടെ എന്താ അത് രണ്ടും ക്ലിക്ക് ചെയ്തു. അതായത് സെയിം റോയിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ക്ലിക്ക് ചെയ്തത്. ദെൻ ഡോട്ട്സിനൊക്കെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു, വിൻഡോസിനൊക്കെ വേറെ ഗ്രൂപ്പ് ചെയ്തു. അങ്ങനെ ആക്കുകയാണ് കേട്ടോ. ഡോസിൻ്റെ ഹൈറ്റ്, ഡോട്ട്സിൻ്റെ വിഡ്ത്തും. ഇപ്പോൾ D1 ഹൈറ്റ്, D1 വിഡ്ത്ത്, അതേപോലെ തന്നെ D2 ഹൈറ്റ്, D2 വിഡ്ത്ത്, അതൊക്കെ ഞാൻ എന്തായിട്ട് ഗ്രൂപ്പ് ചെയ്തു. ഇതേപോലെ ഓരോന്ന് ഗ്രൂപ്പ് ചെയ്തു. ഡോറിന് കൊടുത്തിട്ട് ഡോറല്ലേ അത്. സോ ഡോറിനെ ഗ്രൂപ്പ് ചെയ്തു. ഇതേപോലെ വിൻഡോനെ ഗ്രൂപ്പ് ചെയ്യാം. ഇനി സംതിങ്ങിലൊക്കെ എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ ആ ഓപ്പണിങ്സിനെ ഇതേപോലെ ഗ്രൂപ്പ് ചെയ്യുക. സോ നമുക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഫോം ആവും. കണ്ടോ, ഇവിടെ ജനറലിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഡോറ് എന്നൊരു ഗ്രൂപ്പ് ഫോം ആയില്ലേ. ആ ഒരു ഫോമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. വളരെ എളുപ്പമാണ് കേട്ടോ, കഷ്ടപ്പാടൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് ടെംപ്ലേറ്റ് കസ്റ്റമൈസേഷൻ വരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം നമുക്ക് പെട്ടെന്ന് അക്യൂറസി മെയിൻറ്റെയിൻ ചെയ്യാനും ഭയങ്കര സ്പീഡിൽ ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അതിൻ്റെ വാല്യൂസ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് വർക്ക് ചെയ്തില്ലേ, ആ ബ്ലോക്ക് വർക്കിൻ്റെ ഹൈറ്റും ആ ഒരു എന്താ പറയുക വാളിൻ്റെ വിഡ്ത്തൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സോ നമുക്കിത് ടെംപ്ലേറ്റ് ഉണ്ടാക്കുകയായിരിക്കും നല്ല ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സ്പീഡ് ഓഫ് വർക്ക്, നമ്മൾ വർക്കിൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റുന്ന ഒരു വർക്കാണ്, എന്താണ് ഒരു പ്രോസസ്സാണ് എന്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്, ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ഞാൻ അഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ കേട്ടോ. സോ അത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫോർ ദ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ്. ദെൻ നമ്മൾ അത് ചെയ്തു, ഓക്കെ കൊടുത്ത ശേഷം ദെൻ നമ്മൾ ഫോം ചെക്ക് ചെയ്യുകയാണ്. കണ്ടോ, ഡോസ് എന്നൊരു ഗ്രൂപ്പും വന്നു, വിൻഡോസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും വന്നു. കണ്ടില്ലേ, ഡോസ് എന്നൊരു ഗ്രൂപ്പും വന്ന് എത്ര ക്വാണ്ടിറ്റിയാണ്, എത്ര ഹൈറ്റാണ്, വിഡ്ത്താണ്, ആ ഒരു പർട്ടിക്കുലർ സംഭവങ്ങളൊക്കെ വരുന്ന ഒരു സംഭവങ്ങളും വന്ന് എന്താണ് ഇതൊക്കെ ഇങ്ങനെ വന്നു. ദെൻ ഓക്കെ കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം, നമുക്കെന്ത് ചെയ്യണം, കൊടുത്താൽ മാത്രം പോരാ, അതിന് യൂണിറ്റ് സെറ്റ് ചെയ്യും വേണം. കാരണം യൂണിറ്റ് സെറ്റ് ഡോസിൻ്റെ നമ്പേഴ്സിൻ്റെ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും പറയണത് മീറ്റർ ആവാം, സെൻറ്റിമീറ്റർ ആവാം, ഇഞ്ച് ആവാം. പർട്ടിക്കുലർ നമ്മൾ മീറ്ററിൽ വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. സോ ഇൻഫാക്റ്റ് ആ ഒരു ഒരു ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിലെന്താണ് നമുക്കിപ്പോൾ D2ൻ്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ അത് നമ്പേഴ്സിലായിരിക്കും, അല്ലെങ്കിൽ W1ൻ്റെ ആണെങ്കിൽ എന്തായിരിക്കും, W1ൻ്റെ ആണെങ്കിൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതൊക്കെ നമ്പേഴ്സിലായിരിക്കും. സോ എന്താണ് ഹൈറ്റ് വിഡ്ത്ത് അമ്മാതിരി സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻ അങ്ങനത്തെ വാല്യൂസൊക്കെ വരികയാണെങ്കിൽ അത് മീറ്ററോ സെൻറ്റിമീറ്ററോ അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. ജസ്റ്റ് സമയം എന്താ പറയുക നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കാര്യത്തിലോട്ട് എടുക്കാം. സോ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ ബ്ലോക്ക് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻസ് ടേക്ക് ഓഫ് ഇൻറ്റു ആ ഒരു വാൾ ഹൈറ്റ് അതൊക്കെ നമ്മൾ ചെയ്തു, ആ എസ്റ്റിമേഷനൊക്കെ നമ്മൾ ചെയ്തു. ദെൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, ഫോമുലയോട്ട് തന്നെ പോയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് അല്ലേ, എന്ത് സെയിം ഈ ഒരു റോസ് എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ. സെയിം റോ എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് ടിക്ക് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഞാൻ സെയിം റോയിൽ വന്നത് കേട്ടോ. ഇപ്പോൾ സെയിം റോയിലല്ല വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സെയിം റോ മാറ്റിയാൽ മതി, അവിടുത്തെ ടിക്ക് ഒന്ന് അൺടിക്ക് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ആ ഒരു സെയിം റോയിൻ്റെ ആ ടിക്ക് ടിക്ക് ചെയ്താൽ സെയിം റോയിൻ്റെ മാറിപ്പോവും. ടിക്ക് ചെയ്താൽ അത് സെയിം റോയിലായിട്ട് വരും. സെയിം റോ ആയിരിക്കും കുറച്ചും ഭംഗി കാണാൻ.
കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി നമ്മളെ ഒരു അപ്പിയറൻസ് കുറച്ചുകൂടി ബെറ്റർ സെയിം റോയിലാക്കുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാം. അതൊന്നും ഒരു എന്താ പറയുക, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നമുക്കൊരു അപ്പിയറൻസ്, അതേപോലെ തന്നെ നമ്മൾ ഈസി ഓഫ് വർക്കിൻ്റെ ഡിപ്പെൻസാണ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇങ്ങനെ ഇത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവാം, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാട്ട് കാണാതെ ഇത് ഒരിക്കലും ശരിയാവത്തില്ല. ഫസ്റ്റ് പാട്ട് കാണാം, അത് കണ്ടിട്ട് മാത്രം ഇത് സെക്കൻഡ് പാട്ട് കാണാം കേട്ടോ. ഇത് ജസ്റ്റ് ഇത് മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ അതിങ്ങനെ എവിടെയാണോ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് ആ അറേഞ്ച്മെൻറ്റ് പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടൊക്കെ ആരുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മുകളിലോട്ടുള്ള ആരോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലോട്ട് പോവും, താഴോട്ടാണെങ്കിൽ താഴോട്ട് പോവും. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടാണ് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം ഇൻസേർട്ടിൽ പോയിട്ട് ഓരോന്ന് ഇൻസേർട്ട് പ്രോപ്പർട്ടി പോയിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടിക്ക് വന്നിട്ടില്ലെങ്കിൽ അത് വരില്ല, ഫോമിൽ വരില്ല. സോ അതേപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക. വെൽ ഓർഗനൈസ്ഡ് ആ ഷീറ്റാണെങ്കിൽ കുറച്ചും കൂടി കാണാനും എന്താ പറയുക, അതിൻ്റെ അപ്പിയറൻസ് തന്നെ കുറച്ച് ബെറ്റർ ആയിരിക്കും. സോ ഇത് ചിലപ്പോൾ കമ്പനി ഇതാണെങ്കിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഷീറ്റായിരിക്കും. സോ അതിൽ മാറ്റങ്ങൾ വരുത്താൻ എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ടാകും. അപ്പോൾ കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാനും കാണാനും കുറച്ച് നല്ല ഇഷ്ടമായിരിക്കും. ഇതേപോലെ നമുക്ക് എല്ലാം ക്വാണ്ടിറ്റി കൊടുക്കുക, ആണ് കേട്ടോ കൊടുക്കുക. ക്വാണ്ടിറ്റി നമ്പേഴ്സ് ദെൻ മീറ്ററിലാണ് ഹൈറ്റ് വിഡ്ത്ത് ഇതൊക്കെ ഞാൻ മീറ്ററിൽ കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ മീറ്ററിലാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഞാൻ സ്ക്വയർ മീറ്ററിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈവൻ നിങ്ങൾക്ക് സെൻറ്റിമീറ്ററിൽ എടുക്കുകയാണെങ്കിൽ സെൻറ്റിമീറ്റർ എടുക്കുക. അത് ഫ്രം ദ ബിഗിൻ സ്കെയിലിംഗ് തൊട്ട് നമ്മൾ മാറ്റണം കേട്ടോ. സ്കെയിലിംഗ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് യൂണിറ്റിലാണോ ആ യൂണിറ്റിൽ തന്നെ ആയിരിക്കും ബിഗിൻ ടു എൻഡ്. സോ ഇതേപോലെ ഡോറ്, വിൻഡോസ് എല്ലാ ക്വാണ്ടിറ്റീൻ്റെയും യൂണിറ്റ് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇനി ഓരോന്നിനും വാല്യൂസ് ഇട്ട് കൊടുക്കുക ചെയ്യാം. ദെൻ അതെന്താവും, ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ക്വയർ മീറ്ററിൽ നിന്ന് ഡിറ്റക്റ്റ് ആവും. അത്രയേ ഉള്ളൂ. എന്താണ്, ആ ഒരു ഡോസിൻ്റെയും വിൻഡോസിൻ്റെയും വാല്യൂസ് ഇട്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നിന്ന് ഡിറ്റക്റ്റ് ആവും. അത് കാണിച്ചു തരാം, ഞാനത് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു തരാം. സോ നമുക്ക് പ്രോപ്പർട്ടി അഗെയിൻ ഞാനത് ചെക്ക് ചെയ്യുകയാണ്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, മീറ്റേഴ്സിൻ്റെ ക്വാണ്ടിറ്റി എവിടെയെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഒന്ന് റീചെക്ക് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇതിലൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റിയിൽ 1, 2, 3 ഒക്കെ കൊടുക്കുന്നതിന് പകരം നമുക്കൊരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. എങ്ങനെയാണെന്നറിയാം, നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ 1, 2, 3 ഒക്കെ വരുന്ന കണ്ടിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് പ്രോപ്പർട്ടി പോവുക. എഡിറ്റ് പ്രോപ്പർട്ടിയിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തില്ലേ എന്താ പറയുക, ഒരു ഇൻസേർട്ട് പ്രോപ്പർട്ടിയിൽ വെച്ചിട്ട് അതേപോലെ തന്നെ ആ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരിക. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് 1, 2, 3, 4 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ദെൻ നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് 1 ആണോ 2 ആണോ 3 ആണോ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈസിയാണ്. ചില സമയങ്ങളിൽ ഇത് വർക്കിനെ ഈസി ആക്കും, ചില സമയത്ത് ഇത് ചെയ്യാൻ തന്നെ കുറച്ച് ഇതാവുന്നതുകൊണ്ട് നമുക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഓപ്ഷനിലാണ് അത് കേട്ടോ. നമുക്കത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പിയറൻസ് ആയാലും നമുക്കത് ചെയ്യാൻ വളരെ എന്താ പറയുക, കുറച്ചുകൂടി സൂട്ടബിളാണ്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് മറ്റോട്ട് കിടക്കാം. അതിൻ്റെ മുമ്പായിട്ട് ഇതിൽ ഒരു ഓപ്ഷൻ നമ്മൾ ഒന്ന് ആഡ് ചെയ്യുന്ന കൊള്ളാം. സം ഓഫ് ഡോർസ്, അതേപോലെ തന്നെ സം ഓഫ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ടാബ് കൂടിയും ഒരു റോയും കൂടിയും ആഡ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമുക്കതിൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ടോട്ടൽ എത്രയാണ്, അതിൻ്റെ എത്ര ടോട്ടൽ സ്ക്വയർ മീറ്റർ ആണ് എന്നൊക്കെ പറയാൻ, സ്ക്വയർ മീറ്ററിലാണ് കേട്ടോ, അത് നമ്പേഴ്സിലല്ല ഒരിക്കലും. അപ്പോൾ ആ സ്ക്വയർ മീറ്റർ എത്രയാണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. സോ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ മീറ്ററിലാണ്. സ്ക്വയർ മീറ്റർ ടോട്ടലാണ് കേട്ടോ, അത് ഓർക്കണം. ടോട്ടൽ അതിൻ്റെ വിൻഡോസിൻ്റെയും അതേപോലെ തന്നെ ഡോസിൻ്റെയും എത്ര ഏരിയ അത് എടുത്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ടോട്ടൽ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സോ അതിന് ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിന് മൊത്തം എന്ത് ചെയ്യേണ്ടി വരും, എത്രയാണോ അത്രയും ആഡ് ചെയ്യേണ്ടി വരും, വേണ്ടേ? ഇപ്പോൾ വിൻഡോസിൻ്റെ എന്താ പറയുമ്പോൾ ഹൈറ്റ് വിഡ്ത്ത് അല്ലേ, ഹൈറ്റും വിഡ്ത്തും
അത് മൾട്ടിപ്പിൾ ചെയ്യുക. ഫസ്റ്റ് W1ൻ്റെ ഹൈറ്റും വിടുത്തും, പിന്നെ എന്താണ് W2ൻ്റെ ഹൈറ്റും വിടുത്തും, W3ൻ്റെ ഹൈറ്റും വിടുത്തും, അങ്ങനെ എല്ലാത്തിനും ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് W1 മാത്രമേ ഉള്ളൂ ഇവിടെ. വിൻഡോ പറയണത് ഒന്നെണ്ണേ ഉള്ളൂ. ഡോസ് എന്ന് പറയണത് നമുക്ക് 2 കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ. അത് നിങ്ങളെ ഷീറ്റിൽ എത്രയാണോ, ഡ്രോയിങ്സിൽ എത്രയാണോ അത്രയും എണ്ണമായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യും, W1 ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്തിടുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വാൾ ഹൈറ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതേപോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, കൊടുത്തിടുക. അതിനെന്താണ് രണ്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിലിട്ടേക്കുക. എന്താണ് വിടുത്ത് W1ൻ്റെ ക്വാണ്ടിറ്റി, W1ൻ്റെ ക്വാണ്ടിറ്റിയും W1ൻ്റെ വിടുത്തും W1ൻ്റെ ഹൈറ്റും അതും ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിലിട്ട് വെച്ചിട്ടോ. അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, മിസ്ചേഞ്ച് ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് എന്താണ് മൾട്ടിപ്പിൾ ചെയ്യുക. മൾട്ടിപ്പിൾ ചെയ്ത ശേഷം നെക്സ്റ്റ് വൺ എന്താണ് W1 ഒന്നിനുള്ളത് അല്ലേ, അത് മതി. ഡോറ് ഇതേപോലെ ചെയ്യാം. അതിൽ പ്ലസ് ചിഹ്നം കൊടുത്താൽ നമുക്ക് ഇനി ആഡ് ചെയ്ത് പോകാം കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമുക്ക് W1 നമ്മൾ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. സോ സ്ക്വയർ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് ചെക്ക് ചെയ്തില്ലേ. നമുക്ക് വിൻഡോസിൻ്റെ സമ്മ് കിട്ടി. നമുക്കാകെ W1 ഉള്ളൂ. അപ്പോൾ എന്താണ് ചെയ്തത്, ക്വാണ്ടിറ്റി ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് W1ൻ്റെ കേട്ടോ. എത്ര ഉണ്ടോ അത്രയും നമ്മളങ്ങനെ ചെയ്ത് വെക്കാം. D1 D2 ചെയ്യാണ്, ഡോസിൻ്റെ ചെയ്യാണ്. അതേപോലെ സ്ക്വയർ മീറ്ററിൽ യൂണിറ്റ് കൊടുത്തു. സം ഓഫ് ഡോസ് D1 ഉണ്ട്, D2 ഉണ്ട്. അതിൽ D1 നമ്മൾ ഫസ്റ്റ് D1ൻ്റെ ക്വാണ്ടിറ്റി നമ്മളെന്ത് ചെയ്തു, അതേപോലെ പിടിച്ചു കൊണ്ടിടുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കൊടുന്ന് അപ്പുറത്തോട്ട് ഇട്ടാൽ മതി കേട്ടോ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു D1 എന്നുള്ള ഹൈറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് മുകളിലോട്ട് കൊടുന്നിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇങ്ങനെ കൊടുന്നിടുക. ഇതേപോലെ D2ൻ്റെ അതേപോലെ ചെയ്യുക. D1 ഹൈറ്റായി, ക്വാണ്ടിറ്റി ആയി, ഇനി വിടുത്ത് D1ൻ്റെ വിടുത്ത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്രോസ് ബ്രാക്കറ്റ് ഇടുക. പ്ലസ്, കാരണം എന്താ, നമുക്ക് D2 ഉണ്ട്. അപ്പോൾ D1ൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം D2 ഇടുക. ജസ്റ്റ് എവിടെയെങ്കിലും ബ്രാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുകയാണെങ്കിൽ അത് എററാവും കേട്ടോ. കംപ്ലീറ്റ്ലി ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എററാവും. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, ആ ഒരു 3 ഡോട്ട്സിൽ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. കാരണം നമുക്ക് ഏതാ വെച്ചതെന്ന് ചോദിച്ചാൽ നമുക്കിതിൽ വല്ലാതെ കാണില്ല. സോ നമുക്ക് ആ 3 ഡോട്ടില്ലേ സൈഡിൽ, ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. കണ്ടോ, ഇത് സൈഡിലായിട്ടൊരു 3 ഡോട്ട്, ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വലിയ ഷീറ്റായി കിട്ടും. വലിയ ഷീറ്റ് എന്നല്ല, അത്യാവശ്യം വലിപ്പം കാണാം, ഉള്ളിലത്തെ കാണാം, അങ്ങനത്തെ ഒരു ഷീറ്റ്. സോ ഇതെല്ലാത്തോടെ മൾട്ടിപ്പിൾ ചെയ്യുക. D2ൻ്റെ ക്വാണ്ടിറ്റീസൊക്കെ ക്വാണ്ടിറ്റി അതേപോലെ തന്നെ എല്ലാം മൾട്ടിപ്പിൾ ചെയ്യുക. നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ എത്ര ഉണ്ടോ അത്രയും നമുക്ക് ആഡ് ചെയ്തിട്ട് വരാം. ഇതിപ്പോൾ D1 D2 വിടുത്തായി, ക്വാണ്ടിറ്റി ആയി, ഹൈറ്റും കൂടി നമുക്ക് ഇതേപോലെ ഡ്രാഗ് ചെയ്തിട്ട് ഇട്ടിടുക. ഇത് ഞാനിങ്ങനെ കംപ്ലീറ്റ് വീഡിയോ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇത് ഫസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയലാണ്, അതൊരു എക്സ്പെർട്ടിന് വേണ്ടിയിട്ടല്ല. കാരണം എന്താ വെച്ചാൽ എക്സ്പെർട്ടിന് വളരെ നന്നായിട്ട് അറിയാം. പക്ഷേ ബിഗിനർ പറയുമ്പോൾ സ്റ്റാർട്ടിങ് ആണ്, ബിഗിനിങ് ആണ്. സോ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വളരെ സ്ലോ ആയിട്ട് നല്ല ഹെലിസിറ്റേഷൻ നടത്തിയിട്ട് പറയുന്നത്. ദിസ് ഇസ് നോട്ട് എ സക്സീൻ ഫോം, ബിക്കോസ് ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്ന ട്യൂട്ടോറിയലാണ്. നമുക്ക് ഇതേപോലെ എത്ര ബ്രാക്കറ്റ് ഉണ്ടോ, എവിടെയൊക്കെ ബ്രാക്കറ്റ് ഓപ്പൺ ആയെന്നോ ക്രോസ് ചെക്ക് ചെയ്യാം. കാരണം എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്രാക്കറ്റ് പോയാൽ നമുക്ക് അവിടെ എറർ എഴുതി കാണിക്കും, തൊട്ടടുത്ത കോളത്തിൽ തന്നെ കാണിക്കും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, തെറ്റ് വന്നാലും അവിടെ കാണിച്ചു തരും അവർ. ഇത് തെറ്റാണ് നമ്മളെ ഇക്വേഷൻ എന്ന് പറഞ്ഞാണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തതായിരുന്നു കേട്ടോ. പാർട്ട് 1 നമ്മൾ ചെയ്തതായിരുന്നു. ടെംപ്ലേറ്റ് കസ്റ്റമൈസേഷനിൽ നമ്മൾ ചെയ്തതായിരുന്നു. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ സംഭവം മാറി, പ്രൈസ് ഈച്ച് അല്ല, അതിൽ നിന്ന് നമ്മൾ വിൻഡോസിൻ്റെയും ഡോസും നമ്മളിപ്പോൾ സമ്മ് ചെയ്ത് വെച്ചത് ഡിഡക്റ്റ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ ബ്ലോക്ക് വർക്കിൻ്റെ ഏരിയ ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് വിൻഡോസും ഡോസും ഡിഡക്റ്റ് ചെയ്യണ്ടേ, അതിൻ്റെ ഏരിയ ഡിഡക്റ്റ് ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. സോ നമുക്കിത് ഒരിക്കലും മാനുവലി ചെയ്യേണ്ട. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും.
അതിൻ്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞതല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ വാല്യൂ കിട്ടും. അത് സെലക്ട് ചെയ്ത് ഞാനത് ക്രോസ് ബ്രാക്കറ്റ് കൊടുത്തു. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് ഡോറിൻ്റെയും വിൻഡോസിൻ്റെയും ക്വാണ്ടിറ്റി ഇത് ഡിഡക്റ്റ് ചെയ്തു. നെക്സ്റ്റ് സോ നമ്മളിനി പോവാണ്. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യണം. കാരണം നമ്മൾ ടെംപ്ലേറ്റ് ഒരു കസ്റ്റമൈസേഷൻ നടത്തി, ആ ടെംപ്ലേറ്റ് കസ്റ്റമൈസേഷനിൽ നിന്ന് ഡോസും വിൻഡോസും അങ്ങനത്തെ ഓപ്പണൻസൊക്കെ ഡിഡക്റ്റ് ചെയ്തു. സോ നമ്മൾ എടുത്തു, അതിൽ നിന്ന് ബ്ലോക്ക് വർക്ക്, അതിൽ ഡോസിൻ്റെ വാല്യൂസിൻ്റെയും വിൻഡോസും ഒക്കെ കൊടുത്തു. ഇതിൽ ബ്ലോക്ക് വർക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടതെന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്ലോക്ക് വർക്ക് ഇപ്പോഴും നമ്മൾ ലീനിയർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, അതിന് ശേഷം നമുക്ക് ബ്ലോക്ക് വർക്ക് ഏതാണ് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് വരക്കാം. ഞാനിപ്പോൾ ഒരു ബ്ലോക്ക് വർക്ക് ഓൾറെഡി വരച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടുണ്ടായിരുന്നു, അത് ആദ്യം ഒന്ന് കാണുക. ദെൻ വിൻഡോസ് നമ്പേഴ്സ് ഞാൻ കൊടുക്കുകയാണ്. ഞാൻ ഡോസ് കൊടുക്കുന്നില്ല, ഞാൻ വിൻഡോസാണ് കൊടുക്കുന്നത്. ശരിക്കും ഡോറും വിൻഡോ ഒന്നും ഇല്ല എൻ്റെ ഡ്രോയിങ്ങിൽ, എൻ്റെ അണ്ടർഗ്രൗണ്ടാണ്. സോ അത് പറ്റില്ല. ഞാനിതിൻ്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്തു, മാറിപ്പോയി. സോ ഞാൻ EA കൊടുക്കുകയാണ്, മീറ്റർ അല്ലല്ലോ. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എപ്പോഴും EA ആണ് കേട്ടോ, നമ്പേഴ്സ്. സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ആ ഫോം കണ്ടപ്പോഴാണ് ഞാനൊന്ന് മനസ്സിലായത്. ജസ്റ്റ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്ത ശേഷം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസിൽ പോവുക. അതിൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡോറിൻ്റെയും വിൻഡോൻ്റെയൊക്കെ എണ്ണം കൊടുക്കാം. പക്ഷേ നമുക്ക് ഒന്നുകൂടി മാപ്റ്റായിട്ടുള്ള രീതി ഞാൻ അറിയണത് ഫോമിൽ നിന്ന് കൊടുക്കുകയായിരിക്കും. ആ ഫോം ഫില്ല് ചെയ്യുകയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാനെന്താ ചെയ്തത് വെച്ചാൽ നമുക്ക് ഫോമിൽ കൊടുക്കായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേ. സോ ഇത് ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാക്കി വന്നതാണ്. ഇപ്പോൾ എല്ലാം കറക്റ്റാണെന്ന് ക്രോസ് ചെക്ക് ചെയ്തു. D1 D2 ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ EA ആണ്. ദെൻ വിഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ എന്താണ് മീറ്ററിനാണ്. ടോട്ടൽ ക്വാണ്ടിറ്റി സ്ക്വയർ മീറ്ററിലാണ്. അതിൻ്റെ ഇക്വേഷൻസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തില്ലേ എന്ന് ചെക്ക് ചെയ്തു. ദെൻ ഈ ഒരു ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് എവിടെയാണ് നോക്കിയേ, ഡോസിൻ്റെ സം ഓഫ് ഡോസ്, സം ഓഫ് വിൻഡോസ് ഫ്രണ്ടിൽ. കാരണം എന്താണ്, നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡോസിന് വിൻഡോസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സം ഓഫ് ഡോസ്, സം ഓഫ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഓർമ്മയുണ്ടോ? സോ നമ്മൾ ഫോം ലേഔട്ടിൽ പോയ ശേഷം നമുക്കിവിടെ കാണാൻ കഴിയും സം ഓഫ് ഡോസ്, സം ഓഫ് വിൻഡോസ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ അവിടെ സെയിം റോയിൽ വരാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ എന്തിവിടെ കൊടുക്കുക, ഡോസിൻ്റെ സം ഓഫ് ഡോസിൻ്റെ വാല്യൂ അപ്പോൾ എവിടെ വരേണ്ടത്, ഡോസിലല്ലേ. അപ്പോൾ ഡോസ് തന്നെ കൊടുക്കുക. അപ്പോൾ സം ഓഫ് വിൻഡോസിൻ്റേത് വിൻഡോ ഗ്രൂപ്പിൽ. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു അപ്പിയറൻസ് മാത്രമല്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും വരും. എന്തൊക്കെ എവിടേക്കാണ് വേണ്ടത് എന്നുള്ളതൊക്കെ, എവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് എഴുതി കാണിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയും കൂടി ചെയ്യും. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ആ ഒരു ഫോമിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നമ്മളത് വിട്ടുപോയതായിരുന്നു. സോ നമ്മളതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഡോസും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ കറക്റ്റായി. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ഡോസിലും വിൻഡോസിലൊക്കെ വന്നിട്ടുണ്ടാവും. ദെൻ എന്ത് ചെയ്യുക, ആ ഒരു ക്ലിക്ക് അതൊക്കെ സെയിം റോയിൽ വരണോ അതൊക്കെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. സെയിം റോയിൽ വേണ്ടെങ്കിൽ നമുക്കത് അൺടിക്ക് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫോം കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കി കൊടുക്കാം. ദെൻ ഇവിടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു ഞാൻ, ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഇല്ല. എല്ലാം EAയും മീറ്ററും യൂണിറ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തു. ദെൻ ഫോമിലോട്ട് പോയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇപ്പം ഫ്രണ്ടിൽ വന്നില്ലല്ലോ. ഇപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി മാത്രമേ ഫ്രണ്ടിലോട്ട് വന്നുള്ളൂ. അതിൻ്റെ ഡോസിൽ വന്നിട്ടുണ്ട് സം ഓഫ് ഡോസ്. ദെൻ സം ഓഫ് വിൻഡോസ് അവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ദെൻ നമ്മളെന്ത് ചെയ്തു, നെക്സ്റ്റ് നമുക്ക് അത് നമ്മൾ ചെയ്തതല്ലായിരുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഇനി ആദ്യം ചെയ്യാണ്, ബ്ലോക്ക് വർക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ടെംപ്ലേറ്റ് എന്നുള്ള സെക്ഷനിൽ ഒരു ബ്ലോക്ക് വർക്ക് എന്ന് കണ്ടോ, നിങ്ങൾ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കൊരു ബ്ലോക്ക് വർക്കിൻ്റെ ഹൈറ്റും വിഡ്ത്തൊക്കെ കൊടുക്കുക. ഞാൻ 0.8 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ ഡോസ് കൊടുക്കാം. വിൻഡോസ് എത്ര നമ്പേഴ്സാണോ അതും കൊടുക്കുക.
എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതും കൊടുക്കുക. ഞാൻ റാൻഡമലി ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം എനിക്ക് അതിന് വിൻഡോസും ഡോസും ഒന്നും വരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ മുമ്പായിട്ട് നമുക്കൊന്ന് വിൻഡോസും ഡോസും ഞാൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ടൊന്ന് ജസ്റ്റ് ഞാൻ ഡ്രോ ചെയ്ത് തരാം, അതിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട്, എത്ര ഡിഡക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളൊരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഞാൻ ഡോസും വിൻഡോസും ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ബ്ലോക്ക് വർക്ക് വരച്ചു. ദെൻ അത് 66.0 SQL, അത് രണ്ടും ഒരേ കളർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കളറൊന്ന് മാറ്റി, അവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. ദെൻ 66 ഓർത്ത് വെച്ചോളൂ, 66. ദെൻ ഞാൻ പ്രോപ്പർട്ടീസിൽ പോയി. ദെൻ എന്ത് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസിൽ പോവാം. ദെൻ അതിൽ ഞാൻ വിൻഡോസ് കൊടുക്കുകയാണ്. വിൻഡോസിൽ ഞാനൊരു ക്വാണ്ടിറ്റി, ഒരു ഇത്രയെങ്കിലും ഒരു ക്വാണ്ടിറ്റി, നമുക്കൊന്നെങ്കിലും പ്രോപ്പർട്ടീസിൽ അഡ്വാൻസ്ഡ് പോയിട്ട് ഇങ്ങനെ വരാം, ഇങ്ങനെ ക്വാണ്ടിറ്റി കൊടുക്കാം. പക്ഷേ അങ്ങനെ ഞാനിവിടെ ക്വാണ്ടിറ്റി പിന്നെ മാറിപ്പോയി, ഓക്കെ. ദെൻ EA ആക്കി. ദെൻ എന്ത് ചെയ്തു, ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അതിൽ ഞാൻ വിൻഡോസിൽ സെയിം മാറ്റി. ഇപ്പോൾ ക്വാണ്ടിറ്റി തന്നെ വന്നു അല്ലേ? ഓക്കെ. ഞാൻ ആദ്യം മാറ്റി കൊടുത്തു വരുന്നത് എന്ത് പറ്റിയെന്നാവും. ദെൻ ഹൈറ്റും അതേപോലെ തന്നെ വിഡ്ത്തും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇതിങ്ങനെ കാണിക്കും EA ആണോ മീറ്റർ ആണോ, അതുകൊണ്ട് തന്നെ വലിയ ഉപകാരമാണ് നമുക്ക്. യൂണിറ്റ് കാണിക്കണോണ്ട്, യൂണിറ്റ് കാണിക്കാതെ നമുക്ക് അൺടിക്ക് ചെയ്തിട്ട് വിടാം, പക്ഷേ യൂണിറ്റ് കാണിക്കുന്നതായിരിക്കും കുറച്ചും ബെറ്റർ. ദെൻ നമുക്ക് പ്രോപ്പർട്ടീസിൽ പോയിട്ട് 66 മാറിയില്ലേ, 60 ആയില്ലേ. സോ ഇത് ഞാൻ പിന്നെ അഗെയിൻ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്വാണ്ടിറ്റി മാറ്റി കൊടുത്തു, ഒരു 5 കൊടുത്തു. അതേപോലെ തന്നെ 60 ആണ് കേട്ടോ അവിടെ. ദെൻ ഓക്കെ കൊടുത്തപ്പോൾ അത്രയും ഡിഡക്റ്റായി, അത്രയും വിൻഡോസിൻ്റെ ഏരിയ ഡിഡക്റ്റായി 51 ആയി.